നമസ്കാരം. ILFന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിലേക്കുള്ള യാത്രയില്ല. അമ്പനാട് എസ്റ്റേറ്റ് കാണാൻ പോകുന്ന വഴിയിൽ കണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായത്. വിശാലമായിട്ടുള്ള കുറെ കാഴ്ചകൾ പിന്നാലെ വരുന്നുണ്ട്, നമുക്ക് കാണാം. തെക്കൻ കേരളത്തിലെ മിനി മൂന്നാർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വളരെയധികം പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അമ്പനാട് ഹിൽസ്. തെക്കൻ കേരളത്തിലെ ഏക തേയിലത്തോട്ടവും ഇതുതന്നെയാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ ആര്യങ്കാവ് പഞ്ചായത്തിൽ കഴുതുരുട്ടി എന്ന സ്ഥലത്തു നിന്നും 13 കിലോമീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചാൽ എസ്റ്റേറ്റിൽ എത്തിച്ചേരാം. കിലോമീറ്ററുകളോളം വാഹനത്തിൽ സഞ്ചരിച്ച് എസ്റ്റേറ്റിന്റെ അകത്തൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. 1800കളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമ്പൂ കൃഷി തുടങ്ങിയത് അമ്പനാട് കുന്നുകളിലാണ്. അപ്പോ ഇതിപ്പോ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റ് അത്ര ലാഭകരത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികളിൽ നിന്നും മറ്റു ചില ആളുകളിൽ നിന്നും കേട്ടറിവ 1000-ഓളം തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ച് പ്രയോഗിച്ചു വന്നിരുന്നത് ഭൂരിഭാഗവും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. കേവലം 400-ഓളം തൊഴിലാളികൾ മാത്രമാണ് ഇന്ന് എസ്റ്റേറ്റിലെ ജീവനക്കാർ. ഇത് മാനേജ് ചെയ്യുന്നത് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാണ്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഗ്രാമ്പൂ മരങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് ഈ എസ്റ്റേറ്റിലേക്കുള്ള സന്ദർശക യാത്രികർക്ക് ഇമ്പമേറിയ കാഴ്ചയാണ്. യാത്രികർക്ക് രാത്രികളിൽ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന പേര് ഒരു വലിയ ബംഗ്ലാവും ഇതിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നു. എസ്റ്റേറ്റിലേക്കുള്ള സന്ദർശകർക്ക് അവിടുത്തെ പ്രദേശവാസികളും ജീവനക്കാരും ഒരു വലിയ നിർദ്ദേശം നൽകുന്നുണ്ട്. എസ്റ്റേറ്റിനുള്ളിലായി കൊള്ളയട്ടകളുടെ സാന്നിധ്യമുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ ഒത്തിരി കെയർ ചെയ്യണം. മാത്രവുമല്ല, ഇവിടത്തേക്കുള്ള സന്ദർശകരുടെ യാത്രാ സമയം പരമാവധി വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. മഴക്കാലയളവാണ്. അതുകൊണ്ട് കഴിയുന്നതും മഴക്കാലയളവിൽ ഈ പ്രദേശത്തേക്കുള്ള സന്ദർശക യാത്ര ഒഴിവാക്കുക തന്നെ വേണം. ഇനിയും കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നന്ദി.